പിറവത്തെ നാലംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയിൽ 7 വയസ്സുകാരിയുടെയും മൃതദേഹം കിട്ടി. പിറവം INTUC കടവിന് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഖില നന്ദകുമാർ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നത്. അഖില, ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. കാഴ്ചശക്തിയില്ലാത്ത സ്ത്രീ ഭർത്താവിന്റെ ചുമലിൽ പിടിച്ച് 2 കുഞ്ഞുങ്ങൾ ഒപ്പം നടക്കുന്നു. ഇളയ കുട്ടിയാണെങ്കിൽ തുള്ളിച്ചാടി പോകുന്നതാണ് കണ്ടത്. അത് ജീവിതത്തിൽ അവസാന യാത്രയാണെന്ന് ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആ മൂത്ത കുട്ടിയുടെ ബോഡിയും കിട്ടിയല്ലേ? അതെ ബിജി, അല്പസമയം മുൻപാണ് ഫയർഫോഴ്സിന്റെ പരിശോധനയിൽ പിറവത്തെ INTUC ജംഗ്ഷൻ പരിസരത്ത് നിന്ന് മൂവാറ്റുപുഴയാറിന്റെ ഭാഗത്തുള്ള കടവിൽ നിന്ന് ഈ കുഞ്ഞിന്റെയും മൃതദേഹം കിട്ടിയിരിക്കുന്നത്. 7 വയസ്സ് മാത്രമാണ് പ്രായം. കഴിഞ്ഞ ദിവസമാണ് 3 പേരുടെയും, അതായത് നാരായണൻ, ഒപ്പം തന്നെ ഭാര്യ 90% അന്ധയായിട്ടുള്ള വിജിയുടെയും 2 വയസ്സുകാരൻ മകന്റെയും മൃതദേഹം പോലീസിന് കിട്ടിയത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൂവാറ്റുപുഴയിലുള്ള ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 26-ാം തീയതി അവർ അവിടെ പിറവത്തെ വലിയ പള്ളിയിലാണ് ആദ്യം പോയത്. അവിടെയാണ് രാത്രി ഉറങ്ങിയത്. തുടർന്ന് അവിടെ പിറവത്തെ ഈ ഒരു വാർത്ത കേട്ടിട്ട് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് വലിയ ഷോക്കാവുന്നത്. കാരണം സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജനം ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് റിപ്പോർട്ട് കൊടുത്ത ആൾക്കാര് ഈ ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ലേ? ഈ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക. നമ്മുടെ ഇന്നത്തെ കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനം പൂർണ്ണമായിട്ടും ദാരിദ്ര്യം ഇല്ലാതെയായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്ത ആൾക്കാര് ആരാണ്? അവര് വീട്ടിലിരുന്ന് ചുമ്മാതെ ഒരു പേപ്പറും പേനയും എടുത്ത് അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തതാണോ? ഈ ഒരു ആൾക്കാരുടെ വീടുകളിൽ പോയി ഈ ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ഒരു സ്ഥലത്ത് കയറിക്കിടക്കാടമില്ലാതെ 4 അംഗ കുടുംബം, അതായത് ഒരു അച്ഛനും കണ്ണു കാണാൻ വയ്യാത്ത ഒരു ഭാര്യയും, അതേ കണക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 7 വയസ്സുള്ളതും 2 വയസ്സുള്ളതും 2 കുട്ടികള് ആറ്റിൽ ചാടി മരിച്ചു. എന്തിന്? ഭക്ഷണം കഴിക്കാൻ പറ്റില്ലാതെയായിട്ട്, കയറിക്കിടക്കാട ഇല്ലാതെയായിട്ട്. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് റിപ്പോർട്ടുണ്ടാക്കിയ ആൾക്കാരെ നിങ്ങളാരും ഇതൊന്നും കണ്ടില്ലേ? അമ്പലങ്ങളിൽ പൈസ, വഞ്ചി നിറച്ച് പൈസ ഇട്ട് കൊടുക്കുന്നു, സ്വർണം മുക്കൂട്ട് കൊണ്ട് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, സ്വർണ്ണമാല കൊടുക്കുന്നു, സ്വർണം കൊണ്ട് ഭഗവാനെ മൂടുന്നു. അങ്ങനെയുള്ള ആൾക്കാര് ആ പൈസ എന്തിനാണ്? നമ്മുടെ ഭഗവാന് പൈസ? നമ്മുടെ ഭഗവാൻ എന്തിനാണ് സ്വർണം മുക്കൂട്ട്? ആ പൈസയിൽ നിന്നും ഒരു കുറച്ച് പൈസ മതിയായിരുന്നല്ലോ ഇവരുടെ വിശപ്പടക്കാൻ, അല്ലെങ്കിൽ ഇവർക്കൊരു കയറിക്കിടക്കാട ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് എനിക്ക് നേരിട്ടറിയാം. കാരണം എൻ്റെ നാട്ടിലുമുണ്ട് ഇതേ കണക്ക് പട്ടിണി പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ. എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഞാൻ വലിയ പൈസക്കാരിയും ഞാൻ ലക്ഷപ്രഭുവും അല്ലെങ്കിൽ എനിക്ക് വലിയ പൈസയും ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് തികച്ചും പേഴ്സണലായിട്ടുള്ള എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അമ്പലങ്ങളിൽ കൊണ്ടുപോയി വഞ്ചിയിൽ പൈസ ഇട്ട് നിറയ്ക്കുന്നതിനോട് ഒരു താല്പര്യമില്ല, ഞാൻ അധികം ഇടാറുമില്ല. പക്ഷേ അമ്പലത്തിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ പ്രായമായിട്ടുള്ളവരും കുഞ്ഞുങ്ങളും ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്ത ആൾക്കാരെ നോക്കി കണ്ടുപിടിച്ച് ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ആഹാരമായിട്ടായാലും തുണിയായിട്ടായാലും പൈസയായിട്ടായാലും ഞാൻ സഹായിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ അമ്പലങ്ങളിലെ വഞ്ചിയിൽ പൈസ ഇട്ട് നിറയ്ക്കാറില്ല. ഇപ്പോ നമ്മുടെ സർക്കാർ, ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ, ഇപ്പൊ അടുത്ത സമയത്ത് ഒരാൾ മരിച്ചു, അയാൾക്ക് വേണ്ടിയിട്ട് പ്രതിമ ഉണ്ടാക്കണം, അയാൾക്ക് വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡ് കെട്ടണം, ലൈബ്രറി ഉണ്ടാക്കണം, പ്രതിമ ഉണ്ടാക്കണം എന്നൊക്കെ കിടന്ന് വിളിച്ചു കൂവി അത് ചെയ്യണമെന്ന് അലമുറയിടുന്ന ആൾക്കാരോട് പ്രതിമ ഉണ്ടാക്കാതെയും ലൈബ്രറി ഉണ്ടാക്കാതെയും ബസ് സ്റ്റാൻഡ് ഇല്ലാതെയും മനുഷ്യർക്ക് ജീവിക്കാം. പക്ഷേ ഒരു നേരത്തെ വിശപ്പ് അകറ്റാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഒരു വിശന്ന് കഴിഞ്ഞ് വിശക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഈ പ്രതിമ കെട്ടുന്നതും ലൈബ്രറി ഉണ്ടാക്കുന്നതും ഒക്കെ പൈസ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള മരണങ്ങൾ കുറേയൊക്കെ ഒഴിവായി കിട്ടും. ഞാൻ ഈ പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളും കമൻറ്റ് ചെയ്യൂ. അമ്പലങ്ങളിൽ പൈസ ഇട്ട് അമ്പലങ്ങളിലെ വഞ്ചി നിറയ്ക്കുന്നതാണോ നല്ലത്? അല്ലാതെ വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഇടുന്ന അമ്പലങ്ങളിൽ നമ്മൾ വഞ്ചിയിലിടുന്ന പൈസയും അല്ലെങ്കിൽ പൂജകൾ ചെയ്യുന്ന ആ പൈസ നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുത്ത്, അതായത് ആഹാരം കഴിക്കാൻ വകയില്ലാത്ത ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്ത് ഒരു ജോഡി ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനോ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? എന്നോട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കൊക്കെ പറയാം,
കാരണം നമ്മളൊക്കെ ഒരു അത്ര വലിയ പൈസക്കാരോ ഒന്നുമല്ല. നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ നിന്നും ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്കറിയാം ആഹാരത്തിന്റെ വില, ഞങ്ങൾക്കറിയാം കടത്തിന്റെ വില. അത് കടത്തിന്റെ വില ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഞാൻ. അത് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, അത് അങ്ങനെയാണ്. എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഒരു വീടില്ലാത്തതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു മാസത്തെ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ചെലവ് 50,000 60,000 രൂപയ്ക്ക് ഒക്കെയാണ് നമ്മളൊക്കെ ചെലവാക്കി ജീവിക്കുന്ന ഒരു മാസത്തെ വരുമാനം. അല്ല 25,000 അല്ല 30,000 ഇത്രയും പൈസയൊക്കെയാണ് നമ്മുടെ ഒരു മാസത്തെ ചെലവ് എന്നുണ്ടെങ്കിൽ വെറും 2,000 രൂപ കൊണ്ട് ഒരു മാസം തള്ളി നീക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി മേടിച്ചും പിന്നെ പച്ചക്കറി, അതായത് വീട്ടിൻ്റെ പരിസരത്തൊക്കെയുള്ള ഇലകളൊക്കെ പറിച്ച് കറി വെച്ചും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യൂ, അതാണ് വേണ്ടുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള മരണങ്ങൾ ഒഴിവാക്കി കിട്ടാൻ പറ്റും. ഇപ്പൊ ഈ 4 അംഗ കുടുംബം മരിച്ചത് എനിക്ക് തോന്നുന്നു അവർക്ക് കടക്കാടില്ല. മെയിനായിട്ട് അവർക്ക് ഒരു റേഷൻ കാർഡ് ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് നമുക്കിടെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വക കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണ്ടേ? ഇവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവില്ലായിരിക്കും. അതായിരിക്കും അവർക്ക് റേഷനരി മേടിച്ചു പോലും കഴിയാൻ പറ്റാത്ത ഇത് വന്നത്. അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവില്ല. വീടില്ലാത്തവർക്ക് ഇവിടുന്ന് റേഷൻ കാർഡ് അല്ലേ? പഞ്ചായത്തിൽ നിന്ന് ഇഷ്ടംപോലെ വീടുകൾ കൊടുക്കുന്നുണ്ട്. ആ വീടുകൾ കൊടുക്കുന്നത് എനിക്ക് തന്നെ അറിയാം. നല്ല ജോലിയുള്ളയും നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർക്ക് വീട് വെക്കാനായിട്ട് അവർ കൊടുക്കും. പക്ഷെ ഇതേ കണക്കുള്ള പാവങ്ങൾക്ക് വീട് കൊടുക്കില്ല. അതാണ് നമ്മുടെ പഞ്ചായത്തുകളെന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്കറിയാം, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വലിയ വലിയ വർത്തമാനങ്ങൾ പറയുമൊന്നുമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ട് അറിഞ്ഞ് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പെൻഷനുണ്ട് നാട്ടിൽ. പെൻഷൻ വരും, ബാങ്കിൽ വരുന്നത് 2,000 രൂപയുടെ പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ 1,500 രൂപ അവർക്ക് കിട്ടും. 500 രൂപ ബാങ്കുകാർ പിടിക്കും, അല്ലെങ്കിൽ പഞ്ചായത്തുകാർ പിടിക്കും. ഇവർ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നിങ്ങൾ അവിടെ പോയി പരാതി കൊടുക്ക്, നിങ്ങൾ ഇവിടെ പോയി പരാതി കൊടുക്ക് എന്ന് പറയും. അവിടെയും പാവങ്ങളെ, അതും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്കാണെന്ന് ഓർക്കണം. അവരുടെയും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ആൾക്കാരാണ്. ഒരു പക്ഷെ നമ്മുടെ സർക്കാർ റേഷൻ കടയിൽ അരി, പെൻഷൻ, ക്ഷേമ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ ഇതെല്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഈ പൈസകളൊന്നും ഇവരുടെ കൈകളിൽ എത്തിപ്പെടുന്നില്ല. എത്തിപ്പെടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പൈസകളായിരിക്കും. ഇന്നത്തെ കാലത്ത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, അസുഖമില്ലാത്ത ആൾക്കാരില്ല. അവർക്ക് മരുന്ന് വേണം, ഭക്ഷണം വേണം. ഈ തുച്ഛമായ പൈസ, ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളവരായിരിക്കില്ല. അപ്പൊ ഈ പൈസ, തുച്ഛമായ പൈസ ആയിരിക്കും അവരുടെ കയ്യിൽ കിട്ടുന്നത്. ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ കയ്യിൽ എത്തുമ്പോൾ അത് അവർക്ക് ഒരു മാസത്തെ മരുന്ന് മേടിക്കാനുള്ള പൈസ പോലും എത്തിച്ചേരില്ല കയ്യിൽ. എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ 4 അംഗ കുടുംബത്തിന്റെ ഇന്നത്തെ ഈ ഒരു കഥ കേട്ടിട്ട് എനിക്ക് പല കാര്യങ്ങളും ഞാൻ ആലോചിക്കുമായിരുന്നു. ഭഗവാനെ, എനിക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ പല കാര്യങ്ങളും. അങ്ങനെയൊക്കെ ആയിരുന്നുള്ള ഫാമിലി ആയിരിക്കും ഇത്. 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. കടക്കാടം ഇല്ലാതെ ഈ പെൺകുട്ടികൾ സുരക്ഷിതരാണോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ? അല്ല. കടത്തിണ്ണയിൽ കിടന്നാലോ അമ്പലത്തിണ്ണയിൽ കിടന്നാലോ ഈ പെൺകുട്ടികൾ എത്ര സുരക്ഷിതരായിരിക്കും? അതും ആ കുട്ടികളുടെ അമ്മയ്ക്ക് കണ്ണ് ശരിക്ക് കണ്ടുകൂടാ. ആ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും, നാളെ കുട്ടികൾ കുറച്ച് വലുതാവുമ്പോൾ ഈ കുട്ടികളുടെ ഗതി എന്താവും? കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാ. കിടക്കാനായിട്ട് നല്ല അടച്ചുറപ്പുള്ളൊരു വീടില്ല. അപ്പൊ ഈ കുട്ടികളുടെ കാര്യം എന്താവും? കഴിക്കാൻ ഭക്ഷണം ഇല്ല. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹനീയം ആവും എന്ന് കരുതിയായിരിക്കും ആ അച്ഛൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടാവുക. കഷ്ടം, ആ ഒരു കുഞ്ഞ് ഓടിക്കളിച്ച് നടക്കുന്നത് കണ്ടിട്ട് ആർക്കായാലും സങ്കടം വരും. ഇവരൊക്കെ ഒരു 3-4 ദിവസത്തെ വാർത്തയ്ക്കുള്ള ഒരു കാര്യം, എന്നിട്ട് എല്ലാവരും മറക്കും. പിന്നെ വേറെ ഒരു കൂട്ടരായിരിക്കും ഇതേ കണക്ക്
ദാരിദ്ര്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നാണ് ഇപ്പൊ എല്ലാവരും അറിയുന്നത്. പക്ഷെ ഇതിനകത്ത് സത്യം അത് തന്നെയാണോ എന്നറിയില്ല. നമ്മുടെ കോതമംഗലത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇവരെ സഹായിച്ചിട്ടുണ്ട്, ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് വസ്ത്രം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ഒരു വാടക വീടും സെറ്റാക്കി കൊടുത്തു എന്നാണ് കോതമംഗലത്തെ പോലീസുകാർ പറയുന്നത്. അപ്പോൾ അവർക്കറിയായിരിക്കും സത്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വീടൊക്കെ ആക്കി കൊടുത്തു എന്നുണ്ടെങ്കിലും അവർക്ക് ദിവസവും കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? അമ്പലങ്ങളിൽ പിച്ചതണ്ടിയും ഒക്കെ എത്ര നാൾ അവരുടെ വയറ് നിറയ്ക്കാൻ പറ്റും? മഴക്കാലമാണ്, അമ്പലങ്ങളിൽ പോയി പിച്ചതണ്ടുന്നതിനും ഒക്കെ ഇല്ലേ ഒരു പരിധി. അപ്പൊ ആ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും കയറി കിടക്കാൻ വാടകയ്ക്ക് ഒരു വീടെടുത്ത് തന്നാലും കുട്ടികളുടെ വയറ് നിറയ്ക്കണ്ടേ, കുട്ടികൾക്ക് എന്ത് കൊടുക്കും? അപ്പോ വേണ്ട, ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടാകുന്നതായിരിക്കും. പക്ഷെ സത്യം അത് തന്നെ ആണോ എന്ന് നമുക്കറിയില്ല. ആ അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിച്ചിരുന്ന, വിഷമിപ്പിച്ചിരുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നും നമുക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരിക തന്നെ വേണം. പക്ഷെ പരാതി കൊടുക്കാനോ ഇതിന് നീതി വേണോ എന്ന് ആവശ്യപ്പെടാനോ ആ 4 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ സത്യം നമ്മുടെ സമൂഹത്തിന് അറിയണം. സത്യമാണ് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മളത് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് സങ്കടം വരുന്നത്. ഹായ്, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിപ്പോയി. നമ്മുടെ ഇവിടെ പിറവൂരിൽ കോതമംഗലത്തെ പിറവൂർ കോതമംഗലത്ത് ഒരു 4 പേര് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തില്ലേ, അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. അപ്പം ഞാനിങ്ങനെ അവർ സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എനിക്ക് ചില അവസ്ഥകളൊക്കെ എനിക്കും അത് എൻ്റെ ലൈഫിലും അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് കണ്ടിട്ടേ ഉണ്ടല്ലോ സങ്കടം സഹിച്ചില്ല. പോട്ടേന്നല്ല, ഇനി ഇങ്ങനൊന്നും ആർക്കും ഉണ്ടാവരുത്. ദാരിദ്ര്യം കാരണമൊന്നും ഒരു മനുഷ്യനും മരിക്കാൻ പാടില്ല. അത് നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമാണ്, കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾക്ക് തന്നെ അപമാനമാണ്. അങ്ങനെ ഉണ്ടാവരുത്. പിന്നെ ദാരിദ്ര്യം മൂലം ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അല്ലേ അങ്ങേയറ്റത്ത് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ പോട്ടെ, നമ്മൾ ഇന്നിപ്പോൾ പറയാൻ വന്നേക്കുന്നത് ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിപ്പോയി. പിറവൂർ കോതമംഗലത്ത് ഒരു 4 പേര് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തില്ലേ, അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. അപ്പം ഞാനിങ്ങനെ അവർ സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എനിക്ക് ചില അവസ്ഥകളൊക്കെ എനിക്കും അത് എൻ്റെ ലൈഫിലും അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് കണ്ടിട്ടേ ഉണ്ടല്ലോ സങ്കടം സഹിച്ചില്ല. പോട്ടേന്നല്ല, ഇനി ഇങ്ങനൊന്നും ആർക്കും ഉണ്ടാവരുത്. ദാരിദ്ര്യം കാരണമൊന്നും ഒരു മനുഷ്യനും മരിക്കാൻ പാടില്ല. അത് നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമാണ്, കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾക്ക് തന്നെ അപമാനമാണ്. അങ്ങനെ ഉണ്ടാവരുത്. പിന്നെ ദാരിദ്ര്യം മൂലം ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അല്ലേ അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.